ഓം ശാന്തി. 18/2/2014. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ സദാ ശബ്ദത്തിനുപരിയാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെയും ഉപരാമമാക്കി മാറ്റാനാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഇപ്പോൾ ശബ്ദത്തിനുപരി വീട്ടിലേക്ക് പോകണം. ചോദ്യം: നല്ല പുരുഷാർത്ഥികളായ വിദ്യാർത്ഥികൾ എന്ന് ആരെയാണ് പറയുക? അവരുടെ മുഖ്യമായ അടയാളങ്ങൾ കേൾപ്പിക്കൂ. ഉത്തരം: നല്ല പുരുഷാർത്ഥികളായ കുട്ടികൾ സ്വയം തന്നോട് തന്നെ സംസാരിക്കാൻ അറിയുന്നവരാണ്. സൂക്ഷ്മമായ പഠനം നടത്തുന്നവരാണ്. പുരുഷാർത്ഥികളായ വിദ്യാർത്ഥികൾ സദാ തന്റെ പരിശോധന നടത്തും. അതായത്, തന്റെ ഉള്ളിൽ ഒരു ആസുരീയ അവഗുണവും ഇല്ലല്ലോ. ദൈവിക ഗുണങ്ങൾ എത്രത്തോളം ധാരണ ചെയ്തു? അവർ തന്റെ രജിസ്റ്റർ വയ്ക്കും. സഹോദര ദൃഷ്ടി സദാ ഉണ്ടായിരുന്നോ? ക്രിമിനൽ ചിന്തകളൊന്നും ഉണ്ടായില്ലല്ലോ. ഓം ശാന്തി. ആത്മീയ കുട്ടികളെ പ്രതി, അതായത് ആരെല്ലാം ശബ്ദത്തിന് ഉപരി പോകുന്നുണ്ടോ, അഥവാ വീട്ടിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ, ഈ കുട്ടികളെ പ്രതി എല്ലാ ആത്മാക്കളുടെയും വീടാണ് ശാന്തിധാമം. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം. അച്ഛൻ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനാണ്. അതിനാൽ ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിന്റെ സംബന്ധങ്ങളിൽ നിന്നും ഉപരാമമാകണം. ഇതാണെങ്കിൽ വളരെ മോശമായ ലോകമാണ്. ഇതും ആത്മാവിനറിയാം. നമുക്കിപ്പോൾ പോകണം. അച്ഛൻ വന്നിരിക്കുകയാണ് പാവനമാക്കി മാറ്റാൻ. വീണ്ടും നമുക്ക് പാവന ലോകത്തിലേക്ക് പോകണം. ഉള്ളിൽ ഈ കാര്യങ്ങളുടെ വിചാരസാഗര മഥനം നടക്കണം. ബാക്കി ആർക്കും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ സ്വമനസ്സാൽ ഈ ശരീരം ഉപേക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് പോയി പിന്നീട് പുതിയ പവിത്ര സംബന്ധത്തിൽ പുതിയ ലോകത്തിൽ വരും. ഈ സ്മൃതി വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അച്ഛൻ പറയുന്നു, കുട്ടികൾക്കും വലിയവർക്കും വൃദ്ധർക്കും എല്ലാം തിരിച്ചു പോകണം. പിന്നീട് പുതിയ ലോകത്തിലെ പാവന സംബന്ധത്തിൽ വരണം. മിനിറ്റ് ബുദ്ധിയിൽ വരണം. നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഈ തയ്യാറെടുപ്പ് ആരാണോ ചെയ്യുന്നത് അവർ ബാബയുടെ കൂടെ പോവും. ആരാണോ ഇപ്പോൾ ഈശ്വരാർത്ഥം ചെയ്യുന്നത് അവർ പുതിയ ലോകത്തിലെത്തുമ്പോൾ കോടാനുകോടികൾക്ക് അധികാരിയാകും. അവർ ഈ പഴയ ലോകത്തിൽ പരോക്ഷമായി ചെയ്യുന്നു. ഈശ്വരൻ ഇതിന് ഫലം നൽകും എന്നു കരുതുന്നു. ഇപ്പോൾ അച്ഛൻ മനസ്സിലാക്കി തരുന്നു, അതിന്റെ ഫലം നിങ്ങൾക്ക് അല്പകാലത്തേക്ക് ക്ഷണഭംഗുരമായാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വഴി നൽകുന്നതിന്. ഇപ്പോൾ എന്താണോ നൽകുന്നത് അത് നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് കോടി മടങ്ങായി ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വലിയ വീട്ടിൽ ചെന്ന് ജന്മമെടുക്കും. നമ്മൾ നാരായണൻ അഥവാ ലക്ഷ്മിയായി മാറും. അതിനാൽ ഇപ്പോൾ വളരെയധികം പരിശ്രമിക്കണം. നമ്മൾ ഈ പഴയ മോശമായ ലോകത്തിൽ നിന്നും പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ പഴയ ലോകത്തെ, പഴയ ശരീരത്തെ ഉപേക്ഷിക്കണം. അവസാന സമയത്ത് ഒന്നും ഓർമ്മ വരാത്ത രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തണം. അഥവാ പഴയ ലോകവും മിത്രസംബന്ധികളും ഓർമ്മയിൽ വരികയാണെങ്കിൽ ഗതി എന്താകും? നിങ്ങൾ പറയാറുണ്ടല്ലോ, അന്തിമ സമയത്ത് ആരാണോ സ്ത്രീയെ സ്മരിച്ചത്. അതിനാൽ ബാബയെ ഫോളോ ചെയ്യണം. ബാബ വൃദ്ധനാണ്. അതുകൊണ്ട് ഈ പഴയ ശരീരം ഉപേക്ഷിക്കുക തന്നെ വേണം. നിങ്ങൾ എല്ലാവരും വൃദ്ധരാണ്. എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവർക്കും തിരിച്ചു പോകണം. അതിനാലാണ് അച്ഛൻ പറയുന്നത്, ഈ പഴയ ലോകത്തിൽ നിന്നും ബുദ്ധിയോഗത്തെ മുറിക്കൂ. ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് പോകണം. പിന്നീട് എത്ര പേർക്ക് അവിടെ തങ്ങണോ അത്രയും പേർ അവിടെ തങ്ങും. എത്ര പേർക്ക് അവസാന സമയത്ത് പാട്ടുണ്ടോ അവർ അവസാന സമയത്ത് ശരീരം ധാരണ ചെയ്ത് പാട്ടഭിനയിക്കും. ചിലർ 5000 വർഷത്തിൽ 100 വർഷം കുറവുള്ളത്രയും സമയം വരെയും ശാന്തിധാമത്തിലിരിക്കും. അവസാന സമയത്ത് വരും. എങ്ങനെയാണോ കാശിയിൽ ചെന്ന് മരണം വരിക്കുന്നത്, സർവ്വപാപങ്ങളും ക്ഷണത്തിൽ അവസാനിക്കും. അവസാന സമയത്ത് വരുന്നവർക്ക് എന്ത് പാപമുണ്ടാകാനാണ്? വന്നു പിന്നെ പോയി. ബാക്കി മോക്ഷം ആർക്കും ലഭിക്കില്ല. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണ്? പാട്ട് തീർച്ചയായും അഭിനയിക്കുക തന്നെ വേണം. നിങ്ങളുടെ പാട്ട് ആരംഭത്തിൽ വരിക എന്നതാണ്. അതിനാൽ അച്ഛൻ പറയുന്നു, കുട്ടികളെ,
ഈ പഴയ ലോകത്തെ മറന്നുകൊണ്ടേ പോകൂ. ഇപ്പോൾ തിരിച്ചു പോകണം. 84 ജന്മങ്ങളുടെ പാട്ട് പൂർത്തിയായി. നിങ്ങൾ പതീതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുകയും വേണം. അച്ഛൻ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, തന്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കൂ. എന്റെയുള്ളിൽ ഒരു ആസുരീയ അവഗുണവുമില്ലല്ലോ. നിങ്ങളുടേത് ദൈവിക ഗുണമായിരിക്കണം. അതിനായി ചാർട്ടുവയ്ക്കുകയാണെങ്കിൽ പക്കയായി മാറും. പക്ഷേ മായ ഇങ്ങനെയാണ്, അത് ചാർട്ടുവയ്ക്കാൻ അനുവദിക്കുന്നില്ല. 2 or 4 ദിവസങ്ങൾ വയ്ക്കും, പിന്നീട് ഉപേക്ഷിക്കും. കാരണം ഭാഗ്യത്തിലില്ല. ഭാഗ്യത്തിലുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ രജിസ്റ്റർ വയ്ക്കും. സ്കൂളിൽ തീർച്ചയായും രജിസ്റ്റർ വയ്ക്കും. ഇവിടെയും എല്ലാ സെന്ററിലും വിദ്യാർത്ഥികളുടെ ചാർട്ടും രജിസ്റ്ററും വയ്ക്കണം. എന്നിട്ട് നോക്കണം, ഞാൻ ദിവസവും പോകുന്നുണ്ടോ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നുണ്ടോ, സഹോദരീ സഹോദര ബന്ധത്തിനു മുകളിലേക്ക് പോകുന്നുണ്ടോ. കേവലം ആത്മീയ സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടി മാത്രമായിരിക്കണം. നമ്മൾ ആത്മാക്കളാണ്. ആരുടെയും ദൃഷ്ടി ക്രിമിനൽ ആയിരിക്കരുത്. സഹോദരീ സഹോദരൻ എന്ന ബന്ധം ഇതുകൊണ്ടാണ്. എന്തെന്നാൽ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്, ഒരു അച്ഛന്റെ കുട്ടികളാണ്. ഈ സംഗമത്തിൽ മാത്രമാണ് സഹോദരീ സഹോദര ബന്ധത്തിലിരിക്കുന്നത്. അതിനാൽ വികാരത്തിന്റെ ദൃഷ്ടി അവസാനിക്കും. ഒരച്ഛനെ മാത്രം ഓർമ്മിക്കണം. ശബ്ദത്തിന് ഉപരിയായി മാറണം. ഇങ്ങനെ തന്നോട് തന്നെ സംസാരിക്കുന്നതാണ് അതിസൂക്ഷ്മമായ പരിശോധന. ഇതിൽ ശബ്ദമുയർത്തേണ്ട ആവശ്യമില്ല. ഇവിടെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ശബ്ദത്തിലേക്ക് വരേണ്ടി വരുന്നു. വാണിക്കുപരി പോകുന്നതിനും മനസ്സിലാക്കി തരേണ്ടി വരുന്നു. ഇപ്പോൾ തിരിച്ചു പോകണം. അച്ഛനെ വിളിച്ചു വരൂ, ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ എന്ന്. ഞങ്ങൾ പതീതരാണ്, തിരിച്ചു പോകാൻ സാധിക്കില്ല. പതീത ലോകത്തിൽ ഇപ്പോൾ ആര് പാവനമാക്കും? സാധു സന്യാസിമാർക്ക് ആർക്കും പാവനമാക്കാൻ സാധിക്കില്ല. അവർ സ്വയം പാവനമാകാൻ ഗംഗാസ്നാനം ചെയ്യുന്നവരാണ്. അച്ഛനെ അറിയുന്നില്ല. ആരാണോ കൽപ്പം മുമ്പ് അറിഞ്ഞത് അവരാണിപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുരുഷാർത്ഥവും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യിക്കാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് സർവശ്രേഷ്ഠം. ഇങ്ങനെയുള്ള അച്ഛനെ കല്ലിലും മുള്ളിലും ഉണ്ടെന്ന് പറയുന്നതിലൂടെ മനുഷ്യന്റെ സ്ഥിതി എന്തായി തീർന്നു? ഏണിപ്പടി ഇറങ്ങി വന്നു. സമ്പൂർണ്ണ നിർവികാരികൾ എവിടെയിരിക്കുന്നു? സമ്പൂർണ്ണ വികാരികൾ എവിടെയിരിക്കുന്നു? ആരോടോ കൽപ്പം മുമ്പ് അംഗീകരിച്ചത് അവരെ ഈ കാര്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കൂ. നിങ്ങളുടെ ജോലി ആര് വന്നാലും അവർക്ക് അച്ഛന്റെ ആജ്ഞ നൽകുക എന്നതാണ്. ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കൂ. എല്ലാവർക്കും ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവരും ഇപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകും. ആരാണോ ആത്മാവിനെ ബുദ്ധിയോഗത്തിന്റെ ബലത്തിലൂടെ സമ്പൂർണ്ണ പവിത്രമാക്കി മാറ്റിയത് അവരാണ് സത്യുഗത്തിലേക്ക് പോകുന്നത്. ഭാരതത്തിലെ പ്രാചീന യോഗം എന്നും പാടിയിട്ടുണ്ട്. ആത്മാവിനിപ്പോൾ സ്മൃതി ഉണരുകയാണ്. തീർച്ചയായും നമ്മൾ ആദ്യം വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകണം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ഓർമ്മ വരുന്നു. ആരാണോ ഈ കുലത്തിൽ വരാത്തത് അവരിൽ നമുക്കിപ്പോൾ പവിത്രമായി മാറണമെന്ന ഓർമ്മയും ഉണരില്ല. പവിത്രമായി മാറുന്നതിനാണ് പരിശ്രമിക്കേണ്ടത്. അച്ഛൻ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമാജീത്തായി മാറും. ഒപ്പം സഹോദരീ സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ദൃഷ്ടിയും പരിവർത്തനപ്പെടും. സത്യുഗത്തിൽ ദൃഷ്ടി ഒരിക്കലും മോശമായിരിക്കില്ല. ബാബയാണെങ്കിൽ മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളെ സ്വയം തന്നോട് തന്നെ ചോദിക്കൂ, നമ്മൾ സത്യുഗി ദേവതയാണോ അതോ കലിയുഗി മനുഷ്യനാണോ? നിങ്ങൾ കുട്ടികൾ വളരെ നല്ല നല്ല ചിത്രങ്ങളും ശ്ലോകങ്ങളും ഉണ്ടാക്കണം. ആദ്യത്തെയാൾ ചോദിക്കണം, സത്യുഗിയാണോ അതോ കലിയുഗിയാണോ? രണ്ടാമത്തെയാൾ പിന്നീട് മറ്റൊരു ചോദ്യം ചോദിക്കണം. ഇങ്ങനെ പ്രഭാവമുണ്ടാക്കണം. അച്ഛൻ ശ്രീമതം നൽകുന്നുണ്ട് പതിതരെ പാവനമാക്കാൻ. ബാക്കി ജോലി കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? അച്ഛനെ വിളിക്കുന്നത് തന്നെ വന്നു മനുഷ്യനിൽ നിന്നും ദേവതയാക്കുന്നതിനുള്ള വഴി പറഞ്ഞു തരൂ എന്നും പറഞ്ഞാണ്. അതിനാൽ ഞാൻ വന്ന് അത് പറഞ്ഞു തരികയാണ്. എത്ര സഹജമായ കാര്യമാണ്. സൂചനയും വളരെ സഹജമാണ്. മന്മനാഭവ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. അർത്ഥം മനസ്സിലാക്കാത്ത കാരണത്താൽ ഗംഗയെ പതീത പാവനി എന്നു കരുതുന്നു. പതീത പാവനൻ അച്ഛനാണ്.
ഇപ്പോൾ എല്ലാവരുടെയും കണക്കെടുപ്പിന്റെ സമയമാണ്. കണക്കുവഴക്കുകൾ ഇല്ലാതാക്കി തിരികെ കൊണ്ടുപോകുന്നു. അച്ഛൻ മനസ്സിലാക്കി തരുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഭാഗ്യത്തിലില്ലാത്തതിനാൽ താഴെ വീണു പോകുന്നു. അച്ഛൻ പറയുന്നു, സഹോദരീ സഹോദരനാണ് എന്ന് മനസ്സിലാക്കൂ. ഒരിക്കലും മോശമായ ദൃഷ്ടി ഉണ്ടാകരുത്. ചിലരിൽ കാമത്തിന്റെ ഭൂതം, ചിലരിൽ ലോഭത്തിന്റെ ഭൂതം വരുന്നു. എപ്പോഴെങ്കിലും നല്ല ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ ആസക്തിയുണ്ടാകുന്നു. കടലയിട്ട ഭക്ഷണം കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. പിന്നീട് കഴിച്ചാൽ പക്കയാവാത്ത കാരണം അതിന്റെ പ്രഭാവം പെട്ടെന്നുണ്ടാകുന്നു. ബുദ്ധി ഭ്രഷ്ടമാകുന്നു. മാതാവും പിതാവും വ്യത്യസ്തരായ മക്കളുമുണ്ട്. ആർക്കാണോ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അവരെ ഫോളോ ചെയ്യണം. യജ്ഞത്തിൽ നിന്ന് എന്ത് ലഭിക്കുന്നുവോ അത് മധുരമാണ് എന്ന് മനസ്സിലാക്കി കഴിക്കണം. നാക്കിന്റെ രുചിയുടെ പിന്നാലെ പോവരുത്. യോഗവും വേണം. യോഗമില്ലെങ്കിൽ ഈ സാധനം കഴിക്കണം, അല്ലെങ്കിൽ അസുഖം വരും എന്നെല്ലാം തോന്നാൻ തുടങ്ങും. ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മൾ വന്നിരിക്കുന്നത് ദേവതയാകാനാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. പിന്നീട് കുട്ടിയായി മാറി അമ്മയുടെ ഗർഭത്തിലേക്ക് വരും. അമ്മ എന്താണോ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് അതിന്റെ പ്രഭാവം കുട്ടിയിലും ഉണ്ടാകും. അവിടെ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാകില്ല. അവിടെ എല്ലാം ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. നമുക്ക് വേണ്ടി മാതാവ് കഴിക്കുന്നതും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അത് നമ്മുടെ വയറ്റിലേക്ക് വരും. അവിടെ എല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ജന്മമെടുക്കുമ്പോൾ തന്നെ കഴിക്കുന്നതും കുടിക്കുന്നതും ആരംഭിക്കും. അതിനാൽ ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അച്ഛനെ ഓർമ്മിക്കണം. അച്ഛൻ വന്ന് പുനർനിർമ്മാണം ചെയ്യുകയാണ്. ലോകരാണെങ്കിൽ കുരങ്ങിന്റെ കോശങ്ങൾ മനുഷ്യനിൽ കുത്തിവെക്കുന്നു. നമ്മളും യുവാവാകും എന്ന് കരുതുന്നു. പക്ഷേ ഹൃദയം വയ്ക്കുന്നില്ല. ബാബ ഹൃദയമൊന്നും ഘടിപ്പിക്കുന്നില്ല. അച്ഛൻ വന്ന് പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബാക്കി ഇതെല്ലാം സയൻസാണ്. ബോംബുകൾ ഉണ്ടാക്കുന്നു. ഇത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വസ്തുവാണ്. തമോപ്രധാന ബുദ്ധിയല്ലേ. ഭാവിയിൽ ഇതും ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ സന്തോഷിക്കുന്നു. ബോംബുകൾ തീർച്ചയായും ഉണ്ടാക്കുക തന്നെ വേണം. ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, വയറ്റിൽ നിന്നും ഉലയ്ക്ക് പുറത്തു വന്നു, പിന്നീട് ഇങ്ങനെയെല്ലാം സംഭവിച്ചുവെന്ന്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരുന്നു, ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. രാജയോഗം പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഇതാണെങ്കിൽ ഒരു കഥയാണ്. അത് കേട്ട് കേട്ട് അവസ്ഥ ഇതായി. ഇപ്പോൾ അച്ഛൻ സത്യനാരായണന്റെ കഥ, ത്രിനേത്രത്തിന്റെ കഥ, അമരനാഥന്റെ കഥ കേൾപ്പിക്കുകയാണ്. ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ ഈ പദവി നേടുന്നത്. കാണിക്കുന്നത് സ്വദർശന ചക്രത്താൽ എല്ലാവരെയും കൃഷ്ണൻ വധിച്ചു എന്നാണ്. പക്ഷേ കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കേവലം രാജയോഗം പഠിപ്പിച്ച് പാവനമാക്കി മാറ്റുകയാണ്. ഞാൻ നിങ്ങളെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുകയാണ്. പിന്നീട് അവർ കൃഷ്ണന്റെ കയ്യിൽ ചക്രം മുതലായവ കാണിച്ചിരിക്കുന്നു. സ്വദർശന ചക്രം എങ്ങനെ കറക്കും? ഇന്ദ്രജാലത്തിന്റെ കാര്യം വല്ലതുമുണ്ടോ? ഇതെല്ലാം ഗ്ലാനിയല്ലേ. അതും അരകൽപ്പം നടന്നുകൊണ്ടിരിക്കും. എത്ര അത്ഭുതകരമായ ഡ്രാമയാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് പോകണം. അതിനാൽ അച്ഛനെ ഓർമ്മിക്കണം. രണ്ടാമത് ഒരു കാര്യവും ഓർമ്മ വരരുത്. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകണം. അപ്പോൾ ഉയർന്ന പദവി നേടാൻ കഴിയും. തന്റെ ഹൃദയത്തോട് ചോദിക്കണം, എന്റെ രജിസ്റ്റർ എത്രത്തോളം ശരിയാണ്? രജിസ്റ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ദിവസവും പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ചിലർ നുണ പറയുന്നുമുണ്ട്. അച്ഛൻ പറയുന്നു, കുട്ടി സത്യം പറയൂ. പറയുന്നില്ലെങ്കിൽ മോശമാകുന്നത് നിങ്ങളുടെ രജിസ്റ്റർ തന്നെയാണ്. ഭഗവാനോട് പവിത്രമാകാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അത് തെറ്റിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? വികാരത്തിൽ വീണാൽ കളി കഴിഞ്ഞു. നമ്പർ 1 ശത്രു ദേഹാഭിമാനമാണ്. പിന്നീട് കാമവും ക്രോധവും. ദേഹാഭിമാനത്തിൽ വരുന്നതിനാലാണ് മനോവൃത്തി മോശമാകുന്നത്. അതിനാൽ ബാബ പറയുകയാണ്, ദേഹി അഭിമാനിയായി ഭവിക്കൂ. അർജുനനും ബ്രഹ്മാവ് തന്നെയല്ലേ. കൃഷ്ണന്റെ ആത്മാവും ഇവർ തന്നെയായിരുന്നു. അർജുനൻ എന്ന പേര് കുറച്ചു സമയത്തേക്കേയുള്ളൂ. പേര് മാറിക്കൊണ്ടേയിരിക്കും. ഇവരിലാണ് പ്രവേശിക്കുന്നത്. മനുഷ്യർ പറയും, ഈ വൃക്ഷം മുതലായവ നിങ്ങളുടെ കൽപ്പനയാണ്. മനുഷ്യർ എന്തിനെയാണോ കൽപ്പന എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലായി കാണും. നിങ്ങൾ കുട്ടികൾക്ക് വളരെ വലിയ സന്തോഷമുണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പോയി സ്വർഗത്തിലെ ചെറിയ കുട്ടിയാകും.
പിന്നീട് പേര്, രൂപം, കാലം, ദേശം എല്ലാം പുതിയതായിരിക്കും. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഉണ്ടായതാണ്, ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നീട് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഡ്രാമയുടെ രഹസ്യം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും ഈ രഹസ്യത്തെക്കുറിച്ച് അറിയില്ല. ലോകത്തിൽ ഈ സമയത്ത് എല്ലാവരും പൂജാരികളാണ്. എവിടെയാണോ പൂജാരികൾ ഉള്ളത് അവിടെ പൂജ്യനായി ഒരാൾ പോലും ഉണ്ടാകില്ല. സത്യത്രേതായുഗങ്ങളിലാണ് പൂജനീയർ ഉണ്ടാവുക. കലിയുഗത്തിൽ പൂജാരികളാണ്. പിന്നീട് നിങ്ങൾ സ്വയം പൂജ്യനായി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പൂജ്യനായിട്ടുള്ളത് ദേവീദേവതകളാണ്. മനുഷ്യർ പൂജാരികളാണ്. അടിസ്ഥാന കാര്യം അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. പാവനമായി മാറണമെങ്കിൽ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഡ്രാമ അനുസരിച്ച് ആര് എത്ര പുരുഷാർത്ഥം ചെയ്തുവോ അത്രയും ചെയ്യുകയുള്ളൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണ: തന്റെ പഠിപ്പിന്റെ രജിസ്റ്റർ വെക്കണം. എനിക്ക് സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടി എത്രത്തോളമുണ്ട്? എന്റെ സ്വഭാവം ദൈവികമായി മാറിയോ എന്നത് തന്റെ ചാർട്ടിൽ പരിശോധിക്കണം. തന്റെ നാക്കിനുമേൽ വളരെയധികം നിയന്ത്രണം വേണം. ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മൾ ദേവതയായി മാറുകയാണ്. അതിനാൽ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും വളരെ ശ്രദ്ധ വേണം. നാക്കിന്റെ രുചിയുടെ പുറകെ പോവരുത്. മാതാപിതാവിനെ ഫോളോ ചെയ്യണം. വരദാനം: കൂട്ടുകാരനെ സദാ കൂടെ വെച്ച് സഹയോഗത്തിന്റെ അനുഭവം ചെയ്യുന്നവരായ കമ്പൈൻഡ് സ്വരൂപധാരിയായി ഭവിക്കട്ടെ. സദാ ഞാനും ബാബയും എന്ന കമ്പൈൻഡ് സ്വരൂപത്തിലിരിക്കൂ. ആരാലും വേർപിരിക്കാൻ കഴിയരുത്. ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് കരുതരുത്. അവിനാശിയായി കൂട്ടു നിറവേറ്റുന്ന ബാബ്ദാദ താങ്കൾ ഏവരുടെയും കൂട്ടുകാരനാണ്. ബാബ എന്നു വിളിച്ചാൽ ഉടൻ ബാബ ഹാജരാണ്. ഞാൻ ബാബയുടേതാണ്, ബാബ എന്റേതാണ്. ബാബ താങ്കളുടെ ഓരോ സേവനത്തിലും സഹയോഗം നൽകുന്നയാളാണ്. കേവലം തന്റെ കമ്പൈൻഡ് സ്വരൂപത്തിന്റെ ആത്മീയ ലഹരിയിൽ ഇരുന്നാൽ മാത്രം മതി. സ്ലോഗൻ: സേവനം, ഉന്നതി ഇവ രണ്ടും തമ്മിൽ ബാലൻസ് ഉണ്ടെങ്കിൽ സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി.